ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഉടൻ തന്നെ നവീൻ ബാബു മരണത്തിൽ ഒരു CBI എൻക്വയറിയുടെ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ ദിവസം കുടുംബത്തോടൊപ്പം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ നയമാണല്ലോ. കുടുംബത്തോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ എന്നും കുടുംബത്തോടൊപ്പം ഉണ്ടാകും. കുടുംബം എന്താണോ ആഗ്രഹിക്കുന്നത്, ഏത് അന്വേഷണമാണോ ആഗ്രഹിക്കുന്നത്, ആ അന്വേഷണത്തിനൊപ്പം പാർട്ടിയും ഗവൺമെൻറ്റും ഉണ്ടായിരിക്കും എന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്വീകരിച്ചത്. അതുപോലെ പാർട്ടി നേതാക്കന്മാർ അവർ ബഹുമാനായ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിനെ കണ്ടിരുന്നു, KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് സാറിനെ കണ്ടിരുന്നു, അതുപോലെ UDF കൺവീനറെ അടൂർ പ്രകാശിനെ കണ്ടിരുന്നു. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും കണ്ടിരുന്നു, നിവേദനം നൽകിയിരുന്നു. എല്ലാം ഞങ്ങളുടെ ഒരു പൊതു നിലപാടെന്ന് വെച്ചാൽ ഞങ്ങൾ ആ കുടുംബത്തിനൊപ്പമാണ്. അപ്പോൾ അതനുസരിച്ച് ഒരു ശക്തമായ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. നവീൻ ബാബുവിന് നീതി ലഭിക്കും. ഇനി ഒരു കാരണവശാലും കേരളത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഇതേപോലൊരു ഗതി ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത UDF സർക്കാർ സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, ഉത്തരവിന് വേണ്ടി. MP ജയരാജൻ പറഞ്ഞത് CBI വെച്ച് രാഷ്ട്രീയമായി വേട്ടയാടാൻ ശ്രമിക്കുകയാണ് UDF എന്നാണ് പറയുന്നത്. MP ജയരാജൻ അത് ഒരു ക്രൂരമായ പരിഹാസമാണ്. MP ജയരാജന് മടിയിൽ കനവുള്ളത് കൊണ്ടാണ് വടിയിൽ ഭയക്കേണ്ടി വരുന്നത്. കേരളത്തിലെ CPM പാർട്ടിക്കെതിരായി ഉയർന്നു വന്ന ഏറ്റവും ശക്തമായ ഒരു ആരോപണമാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ അവരുടെ കൈയുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, ജനവിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യേണ്ടത് എന്താണ്? അവരുടെ കൈകൾ ശുദ്ധമാണെന്ന് കാണിക്കാൻ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടിരുന്നത്. അവർ നിലപാട് സ്വീകരിച്ചത് CBI അന്വേഷണത്തിന് എതിർക്കുകയാണ്. കോടതിയിൽ ആ പാവപ്പെട്ട കുടുംബം കോടതിയിൽ പോയപ്പോൾ കോടതിയിലും ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട് CBI അന്വേഷണം വേണ്ടെന്നാണ്. അപ്പോൾ അവർക്ക് ഭയക്കാനുണ്ട്. അതുകൊണ്ട് EP ജയരാജൻ്റെ നിലപാട് CPM പാർട്ടിക്ക് ഇനി നേരിടാനിരിക്കുന്ന ദുരന്തകാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് അതൊന്നും ജനങ്ങൾ സ്വീകരിക്കുന്ന നിലപാടല്ല.